ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. കണ്ണപ്പ, ബസൂക്ക, എമ്പുരാൻ, ജയിലർ 4 സിനിമകളുടെ അപ്ഡേറ്റ് മാത്രമാണ് പറയാനുള്ളത്. ആദ്യം തന്നെ ജയിലറിന്റെ അപ്ഡേറ്റ് ഒന്ന് നോക്കാം. ജയിലർ 2 എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുക സിനിമയിൽ യാതൊരു തർക്കവുമില്ല. പോരാത്തതിന് ഇപ്പൊ അവരുടെ ഒരു അനൗൺസ്മെന്റ് വീഡിയോ കൂടെ തന്നോടുകൂടി എന്റെ പൊന്നോ എന്ത് ജാതി സാധനമായിരുന്നു എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതും സത്യമാണ്. എന്തായാലും ഇന്നലെ അതിന്റെ ഷൂട്ട് തുടങ്ങി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്ന സാധനം ഷൂട്ട് ബിഗിൻസ് എന്ന് പറഞ്ഞൊരു സംഭവം. എന്തായാലും അതിൽ ലാലേട്ടന്റെ കുറച്ചുകൂടെ വലിയൊരു ക്യാരക്ടർ ഉണ്ടാവും. അതല്ലാതെ കുറച്ച് എക്സ്ട്രാ ക്യാമിയോ ഒക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ജയിലർ 2 കാത്തിരിക്കുന്ന സിനിമയാണ്, യാതൊരു ഡൗട്ടും ഇല്ല. 2 കണ്ണപ്പ. എന്റെ പൊന്നോ വേണ്ട എന്നാണ് കണ്ണപ്പ പറയുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത്. കാരണം അതിന്റെ വന്നിട്ടുള്ള അപ്ഡേറ്റുകളോ പോസ്റ്റേഴ്സോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ മോശം എന്ന് തോന്നുന്ന രീതിയിലാണ് തന്നിട്ടുള്ളത്. അതിന്റെ ട്രെയിലർ വന്നിട്ടുള്ളതാണെങ്കിലും എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ട്രെയിലറിനേക്കാൾ താരതമ്യേന ഒരു പൊടിക്ക് ഒരു ലേശം കൊള്ളാവുന്ന ടീച്ചറായിരുന്നു എന്നുള്ളൊരു ഒപ്പീനിയനും ഉണ്ട്. പക്ഷെ വളരെ മോശം തന്നെ പറയാനുള്ളൂ. ഇതിൽ കണ്ടിട്ടുള്ള പ്രഭാസിന്റെ ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും അതെല്ലാം കൊടുത്തിട്ടുള്ള എല്ലാ ആളുകളും വളരെ 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 വീക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടായേക്കാം, ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. എന്തായാലും കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടൻ ഒരു പൈസയും മേടിക്കാതാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതിന്റെ ആക്ടർ, അതിൽ നായകൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് അറിയാമായിരിക്കും ഇത് 5 പൈസക്ക് ഇല്ല, ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വില പോകും, അതുകൊണ്ട് ഞാൻ പൈസ ഒന്നും ഇല്ലാതെ ഒരു സഹായം ചെയ്യുന്ന രീതിയിൽ അഭിനയിക്കാൻ ചിലപ്പോൾ ലാലേട്ടൻ ഒരു പക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത്, ഈ കടിക്കണ പട്ടീനെ പൈസ ഒന്നുമില്ല ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാലും മേടിക്കരുത് മുന്നിലാലേട്ടാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അങ്ങനെ ഒരു വളരെ സ്നേഹത്തോടെ ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ളത് മാത്രം. അപ്പൊ എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പറയാനുള്ളത് സോറി കാര്യം പറഞ്ഞില്ല, തള്ളി കാര്യം പറയാൻ വിട്ടുപോയി. അതായത് കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടന്റെ ഇൻട്രോയില് തിയേറ്റർ കുലുങ്ങും. കേട്ടപ്പോ പിന്നെയും പേടിച്ചില്ലേ? ഞാനും പേടിച്ചു, സ്വാഭാവികം. പറഞ്ഞിരിക്കുന്നത് സ്റ്റീഫൻ ദേവസി. എന്തിന്റെ കേടാണ് സഹോദര? ഒരു വട്ടം തിയേറ്റർ കുലുങ്ങി എന്റെ തന്നെ തീർന്നിട്ടില്ല. മലൈക്കോട്ടെ വാലിബൻ ഒരു കുലുക്കം കുലുക്കി. അന്ന് പുള്ളിക്കാരൻ വന്നിട്ട് 2-3 ഡയലോഗ് അടിച്ചു. ആര്? നമ്മുടെ ഡയറക്ടർ അല്ല, ലിജോ ജോസ് പെല്ലിശ്ശേരി അല്ല, അസിസ്റ്റന്റ്. അപ്പൊ അതിന്റെ ഒരു കാര്യമില്ലായിരുന്നു. പുള്ളി വെറുതെ കുറച്ച് ടിനു പാപ്പച്ചും കുറച്ച് ഡയലോഗും അടിച്ച് തിയേറ്റർ ഇങ്ങനെ കുലുങ്ങും, മറ്റുള്ള പൊടിങ്ങനെ പാറും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വന്നപ്പോ ഒന്നുമില്ല. നല്ലൊരു സിനിമ ആയിരുന്നിട്ട് പോലും അതിന്റെ നല്ല വശങ്ങളൊക്കെ തള്ളപ്പെട്ട് നെഗറ്റീവ്സ് മാത്രം അത്ര സ്പ്രെഡായി ഭയങ്കരമായിട്ട് അത് കൂപ്പ് കുത്തി വീണു, അല്ലെങ്കിൽ മൂക്കും കുത്തി വീണു എന്നൊരു അവസ്ഥ ഉണ്ടായി. അതിന്റെ ഇടയിൽ കണ്ണപ്പേന്റെ ഇമ്മാരി സാധനം കണ്ടിട്ട് ഇങ്ങനത്തെ ഡയലോഗ് എന്തിനാണ് അടിക്കുന്നത്? ലാലേട്ടന്റെ ഇന്റർവ്യൂ തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര തള്ളായി പോയി എന്നേ പറയാനുള്ളൂ. ആ പടം ലാലേട്ടന്റെ രീതിയിൽ ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അത് ലാലേട്ടന്റെ ഒരു സഹായം, ഒരു ചെറിയ ക്യാമിയോ പോയി അഭിനയിച്ചു, ദാറ്റ്സ് ഓൾ. ഞാൻ അങ്ങനെ എടുക്കുന്നുള്ളൂ. അത് പോട്ടെ, അതിനെ കുറിച്ച് ഞാൻ കണക്കിലേ എടുക്കുന്ന നല്ലതാണെങ്കിൽ ഓക്കെ, നല്ലതാകട്ടെ. ഇത്രയും പറഞ്ഞിട്ടില്ലേ. അടുത്തത് ബസൂക്ക. ബസൂക്കനെ കുറിച്ച് ഒന്നുമില്ല. നമുക്കൊക്കെ അറിയുന്ന പോലെ മമ്മൂക്ക വെറുതെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എത്രമാത്രം ചർച്ച ചെയ്യപ്പെടാറുണ്ടെന്നും എന്ത് ജാതി സ്റ്റൈലാണെന്നുള്ള നമുക്കറിയാം. പുതിയൊരു പോസ്റ്റർ പുറത്തു വിട്ടിട്ടുണ്ട്. ഈ രീതിയിൽ സൈഡിലേക്ക് നിൽക്കുന്ന പോസ്റ്ററൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനും ഓരോ പുതുമകൾ ഫീൽ ചെയ്യുന്നതാണ്. കാരണം ആ മുടിയൊക്കെ ഇങ്ങനെ പുറത്തേക്കിട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് ആ ഒരു വെറുതെ നിൽക്കണം. പക്ഷെ അതിൻ്റെ തന്നെ ഒരു സ്വാഗ് എന്താണ് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് പുള്ളിൻ്റെ ഒരു വല്ലാത്തൊരു പവർ തന്നെയാണ് കേട്ടോ. ഭംഗി, അദ്ദേഹത്തിന്റെ സ്റ്റൈലിഷ് ലുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റൈലിഷ് ക്യാരക്ടേഴ്സ് കാണാൻ എപ്പോഴും ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. ബസൂക്ക് അത്തരത്തിലൊരു സ്റ്റൈലിഷ് കഥാപാത്രമാണെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരേണ്ടത് ഒരു ഗെയിം ത്രില്ലർ ആണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ റോഡ് മൂവി ആണെന്ന് കേൾക്കുന്നുണ്ട്, ഒരു സൈക്കോ ത്രില്ലർ ടൈപ്പ് സാധനമാണെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഒഫീഷ്യലി ഒരു അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടില്ല. പല ആളുകളും പലതും പറഞ്ഞു കേൾക്കുന്നേ ഉള്ളൂ. എന്തായാലും ബസൂക്ക വരട്ടെ, ഒരു സ്റ്റൈലിഷ് ചിത്രമായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല. ഇനി പറയാനുള്ളത് എമ്പുരാനെ കുറിച്ചാണ്. എമ്പുരാന്റെ അപ്ഡേറ്റുകൾ ഒന്നും വരാതെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പല രീതിയിലുള്ള ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ പീക്ക് ട്രോളുകൾ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കും സമയം കിട്ടുകയാണെങ്കിൽ. ഇന്നൊരു തുറയും ഇഫ്താറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചാൻസ് ഇല്ല. എന്തായാലും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ നമുക്ക് സമാധാനപ്പെടാനുള്ള 2-3 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു അപ്ഡേറ്റ് ഇതാണ്. നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. ബുക്ക് മൈ ഷോയിൽ 100K 1 lakh ഇൻട്രസ്റ്റ് ആണ് വന്നിരിക്കുന്നത് എമ്പുരാന് വേണ്ടിയിട്ട്. ആൻഡ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മലയാളക്കരയ്ക്ക് അപ്പുറത്തേക്ക് പാൻ ഇന്ത്യൻ എന്ന രീതിയിലുള്ള പാൻ വേൾഡ് എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു അറ്റൻഷനാണ് സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. സിനിമ റിലീസാകുമ്പോൾ ഒരു ഹൈപ്പ് നല്ല രീതിയിൽ തന്നെ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എത്ര വലിയ സിനിമയിൽ ഹൈപ്പ് ഭയങ്കരമായിട്ട് വരുമ്പോൾ നമുക്കുള്ളൊരു ടെൻഷൻ വരാറുണ്ട്.
കാരണം കങ്കുവൊക്കെ വളരെ പ്രതീക്ഷയോടെ പോയി കണ്ട സിനിമയാണ്. അതിനുശേഷം എനിക്ക് ഭയങ്കര പേടി ഹൈപ്പ് വരുമ്പോൾ. പിന്നെ ഈ സിനിമയ്ക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ കൊടുക്കുന്ന ഹൈപ്പ് അല്ലാതെ തന്നെ ഒരു ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഹൈപ്പ് രൂപപ്പെടുന്നു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും 100K ഇൻട്രസ്റ്റ് ഒക്കെ വന്നിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. മലയാള സിനിമയ്ക്ക് ഭയങ്കര രീതിയിലാണ് ഇൻട്രസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോയിലൊക്കെ. അടുത്തത് എമ്പുരാൻ പാൻ ഇന്ത്യൻ അല്ല, പാൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് നമ്മുടെ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ ഈ സിനിമയുടെ, അതായത് നമ്മുടെ എമ്പുരാന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഈ അതിലെന്താണ് ഉള്ളത് അതിൻ്റെ ഒരു കഴമ്പ് അവര് പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിലാണ് അത് പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ആശീർവാദ് സിനിമാസ്, ഹോളിവുഡും അതുപോലെ എന്താ പറയാ ഈ ലൈക്ക പ്രൊഡക്ഷൻസും ഒക്കെ ഒരുമിച്ച് കൂടിയാണ് ഇത്രയും തീരുമാനം വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിന്റെ താഴെ കണ്ട ഒരു കമന്റ് തള്ളി 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 അവസാനം നശിപ്പിക്കാതിരുന്നാൽ മതി. അതൊരു സാധാരണ ഒരു സിനിമാ പ്രേക്ഷകന്റെ അല്ലെങ്കിൽ ഒരു ആരാധകന്റെ അല്ലെങ്കിൽ ആ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു കമന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഭയങ്കരമായിട്ടുള്ള അപ്ഡേറ്റുകളെ വരുന്നത്. ജെറോം ഫ്ലിങ് വരുന്നു. ഇനിയിപ്പോ എന്താ പറയാ ഡോൺലിയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് തീരുമാനമായ അവസ്ഥയാണ്. കാരണം അതിനെ കുറിച്ച് പിന്നെ വലിയ വാർത്തയൊന്നും കേൾക്കുന്നില്ല. എന്നാൽ ഡോണി എന്നെ കുറിച്ച് കേൾക്കുന്നുണ്ട്, റിക്യൂനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് കേൾക്കുന്ന ഒരു പേരാണ് റിക്യൂൻ. അദ്ദേഹം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലുള്ള പുള്ളി ഇതിലുണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പോരാത്തിന് ഒരുപാട് DD അതുപോലെ കുറെ ഫാൻ പേജിൽ ഇത്തരത്തിൽ രണ്ടുപേരെയും ലാലേട്ടനെയും റിക്യൂനെയും വെച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വരുന്നു. അതല്ലാതെ ടെവഡാർ നമ്മുടെ ഹോളിവുഡ് നായിക ഇതിൽ അഭിനയിക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാസ്റ്റ്, പുറത്തുനിന്നുള്ള കുറെ നടന്മാര്, കുറെ ഹിന്ദി നടന്മാര്, ഇതെല്ലാം തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഏതോ ഒരാൾ, അയാളെ മെയിൻ വില്ലൻ എന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. അത് റിക്യൂൻ ആണെന്ന് പറയുന്നവരുണ്ട്, അതല്ലാതെ വേറെ പല പേരുകൾ കേൾക്കുന്നുണ്ട്. പറയുമ്പോൾ പല ആളുകൾക്കും കുരു പൊട്ടുമെങ്കിലും മമ്മൂക്കയാണെന്നും കേൾക്കുന്നുണ്ട്. നമ്മൾ പല ആൾക്കാരും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് മമ്മൂക്കിനെ തിരികെ നിങ്ങൾ മമ്മൂട്ടി ഫാനാണെന്ന് അറിയാം. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ മമ്മൂട്ടി ഫാനാണോ? ഞാൻ മമ്മൂട്ടി ഫാനല്ല ലാലേട്ടൻ ഫാനാണോ? നിങ്ങൾ എങ്ങനെ ഇത് പറയാം? ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും അല്ലോട്ടെ ഈ പറയുന്ന കുരു പൊട്ടുന്ന ആളോട്, ഞാനൊരു പൃഥ്വിരാജ് ഫാനാണ്. എനിക്ക് പൃഥ്വിരാജിനാണ് ഇഷ്ടമുള്ള ഒരു ആൾ. അത് നടൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ നടനുള്ള ഇഷ്ടം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമുള്ള തിലകൻ ആരാധകനാണ് ഞാനെന്ന് പറയുന്നത്. എനിക്ക് തിലകൻ എന്ന് പറഞ്ഞ അറിയാണ് ഭയങ്കര ഇഷ്ടം. അഭിനയത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് തിലകനും മുരളി. അതാണ് എനിക്ക് ഇഷ്ടമുള്ള നടന്മാർ എന്ന് പറയുന്നത്. പക്ഷെ എനിക്കത് പേഴ്സണലി നമ്മളൊരു എന്താ പറയാ നമ്മുടെ ഒരു റോൾ മോഡൽ എന്ന രീതിയിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പൃഥ്വിരാജാണ്. അത് അദ്ദേഹത്തിന്റെ വിഷനും അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്റലക്ച്വൽ സൈഡും ഒക്കെ എടുത്തിട്ടും ഒരു ജെന്റിൽമാൻ പരിപാടിയും ഒക്കെ ഒരു പവർ ഉണ്ടല്ലോ, അതുകൊണ്ട് തോന്നിയിട്ടുള്ള ഒരു ഇഷ്ടമാണ്. അല്ലാതെ മമ്മൂക്കയും ലാലേട്ടനും അല്ല, രണ്ടുപേരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഒരിക്കൽ പോലും ഒരു മമ്മൂക്ക മാത്രം ഇഷ്ടപ്പെടുന്ന ആളോ ലാലേട്ടനെ മാത്രം ഇഷ്ടപ്പെടുന്ന ആളോ എന്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചിട്ടില്ല. മത്സരിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ലാലേട്ടനാണെങ്കിൽ ഞാൻ മമ്മൂട്ടിയാവും, ഒരാൾ മമ്മൂട്ടി ഞാൻ ലാലേട്ടനാണ്, അത്തരത്തിൽ മത്സരത്തിൽ നിൽക്കുന്നല്ലാതെ സംഭവിച്ചില്ല. അപ്പൊ ഞാൻ അതായത് അവിടെ കേട്ടെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കനെ പറയാനുള്ള കാരണം അത് അത്ര സ്ട്രോങ് ആയിട്ട് ആളുകൾ പറഞ്ഞു കേൾക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ എബ്രഹാം ഖുറേഷി അല്ലെങ്കിൽ ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞാൽ ഖുറേഷി ഒരാളും എബ്രഹാം ഒരാളാണ്. അതിലൊരാൾ മമ്മൂക്ക എന്ന രീതിയിലൊക്കെ ഭയങ്കരമായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരുപാട് ചാനലുകൾ അത് തുറന്നു പറഞ്ഞ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും ആ പേരുകൾ പറഞ്ഞു കേൾക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല. പിന്നെ 100 കോടി 200 കോടി ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ഇപ്പോഴും കോടിക്കണക്ക് നോക്കിയിട്ടാണ് പടത്തിന്റെ വിജയം എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ടേ. എന്തായാലും ഞാൻ എമ്പുരാന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ലൂസിഫർ കണ്ടുകൊണ്ട് തന്നെ എത്ര നടന്മാരുണ്ടെങ്കിലും, അത് റിക്യൂൻ ആവട്ടെ, ഡോൺലി ആവട്ടെ, ഇനി വേറെ ആരും ഏത് വലിയ നടനാണെങ്കിലും, നമ്മൾ സ്റ്റീഫൻ നെടുമ്പള്ളി മുണ്ടും മടക്കിക്കൂട്ടി നിന്ന് കണ്ട് ഡയലോഗ് പറയണതും നല്ലൊരു അടിപ്പും ഫൈറ്റും ആ കണ്ണുകൊണ്ടുള്ളൊരു നോട്ടവും, ഇതാണ് നമ്മൾ തൃപ്തിപ്പെടാൻ പോകുന്ന അതുമയാണ്. അതിനാണ് കാത്തിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ലൂസിഫർ കണ്ടുകൊണ്ട് അതിന് ശേഷം വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഒരുപാട് നല്ല മാസ് ഗൂസ് ബംബ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും പുറത്തുനിന്നുള്ള മറ്റു നടന്മാരോട് വരുമ്പോൾ ഇതിന്റെ റേഞ്ച് എന്താണെന്ന് ആലോചിക്കുമ്പോൾ ഒരു ആഹ്ലാദവും സന്തോഷമൊക്കെ ഉണ്ട് എന്നല്ലാതെ, ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ഡീപ്പായിട്ട് നമ്മുടെ ഫീൽ എന്താ ചോദിച്ചാൽ ഓഫ്കോഴ്സ് അത് സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. ഇബ്രാൻ ഖുറേഷി പോലും അല്ല. അത് ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ കാണിച്ചതിന് ശേഷം പിന്നെ അയാളുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഒരു സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ടില്ലേ, അത് പുറത്ത് ഒരു മരമൊക്കെ കത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു നിഴല് പോലെ സ്റ്റീഫൻ മടക്കുത്തിങ്ങി നിൽക്കുന്ന ഒരു സാധനം ഉണ്ട് നമ്മളെ കണ്ടിട്ടുള്ള ടീസറിൽ. പക്ഷെ സ്റ്റീഫന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാ ആളുകളും എബ്രഹാം ഖുറേഷിയുടെ ആളുകളാണ്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കുറെ ഗണ്ണും കാര്യങ്ങളും ടെക്നോളജിക്ക് യൂസ് ചെയ്തിട്ടുള്ള കുറെ ആയുധങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ സെൻട്രൽ നിൽക്കുന്നത് സ്റ്റീഫനാണ്. ആ ഒരു സീനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ
പ്രതീക്ഷകളല്ല, ആഗ്രഹങ്ങൾ തന്നെയാണ്. അത് പക്ഷേ മറ്റൊന്നിനെയും ബാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ